ലോകം ശരിക്കും ഞെട്ടിത്തരിച്ച ഒരു വാരമാണ് കടന്നുപോകുന്നത്. ആകാശത്തും ഭൂമിയിലും ഒരേപോലെ നാടകീയമായ സംഭവങ്ങൾ. ബഹിരാകാശ നിലയത്തിൽ 25 വർഷത്തിനിടയിലെ ആദ്യത്തെ മെഡിക്കൽ എമർജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരു ആസ്ട്രോനോട്ടിന്റെ അസുഖം കാരണം നാസ ദൗത്യം തന്നെ പാതി വഴിയിൽ നിർത്തി. ഭൂമിയിലാണെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മിഡ് നൈറ്റ് ഓപ്പറേഷനിലൂടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സേന തടവിലാക്കി. കൗതുകകരമായ കാര്യം ഇതാണ്, ഈ ഒരു ആക്രമണം നടക്കുന്നതിന് തൊട്ടുമുമ്പ് പെന്റഗണിലെ പിസ്സ ഷോപ്പുകളിൽ ഉണ്ടായ അസാധാരണ തിരക്ക്. ഇത് നോക്കി സോഷ്യൽ മീഡിയ ഇത് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്നതാണ്. ആ വിചിത്രമായ പിസ്സ ഇൻഡെക്സ് കഥയും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ സിറിയൻ അതിർത്തിയിൽ സ്കീ റിസോർട്ടുമായി ട്രംപും ശബ്ദത്തെക്കാൾ 6 മടങ്ങ് വേഗതയിൽ ശത്രുക്കളെ തകർക്കുന്ന റെയിൽ ഗണ്ണുമായി ഭാരതത്തിന്റെ DRDOയും കളം നിറയുകയാണ്. യുദ്ധം, സാമ്പത്തികം, ശാസ്ത്രം, പ്രതിരോധം, ഇങ്ങനെ ലോകത്തിന്റെ ഗതി മാറ്റുന്ന എല്ലാം പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. വെറും ഒരു സാധാരണ പിസ്സ ഡെലിവറിക്ക് ഒരു രാജ്യത്തെ സർക്കാരിനെ വീഴ്ത്താൻ കഴിയുമോ? കേൾക്കുമ്പോൾ ഒരു അതിശയിപ്പിക്കുന്ന തിയറിയാണിത്. പെന്റഗണിലെ ലൈറ്റുകൾ അണയാതെ കത്തുമ്പോൾ അർദ്ധരാത്രിയിൽ അവിടേക്ക് പാഞ്ഞെത്തുന്ന 100 കണക്കിന് പിസ്സ ബോക്സുകൾ വെറും സ്നാക്സ് മാത്രമല്ല, അതൊരു യുദ്ധത്തിന്റെ അലാം ബെല്ലാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായ പെന്റഗൺ പിസ്സ ഇൻഡെക്സ് ഇതാ വീണ്ടും ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. പെന്റഗണിന് ചുറ്റുമുള്ള പിസ്സ ഷോപ്പുകളിൽ പെട്ടെന്നുണ്ടായ തിരക്ക് പ്രവചിച്ചതുപോലെ തന്നെ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അർദ്ധരാത്രിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് വീട് വളഞ്ഞ് പിടികൂടി. ലോകത്തെ ഞെട്ടിച്ച ഒരു സൈനിക നീക്കത്തിന്റെ വാർത്ത. ആ വാർത്തയെ ചുറ്റിപ്പറ്റിയുള്ള ചില ഫാക്ട്സ് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ എന്നും പറയാം. വടക്കേ അമേരിക്കയിലെ പെന്റഗണിന് ചുറ്റുമുള്ള പിസ്സ ഷോപ്പുകളിൽ പെട്ടെന്നുണ്ടായ തിരക്ക് വെറും ഒരു വിശപ്പടക്കലായിരുന്നില്ല, മറിച്ച് ലോക ഭൂപടത്തിൽ തന്നെ ഒരു മാറ്റത്തിന്റെ സൂചനയായിരുന്നു എന്ന് ഇപ്പോൾ തെളിയുകയാണ്. സാധാരണ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്യുന്നത് വിശക്കുമ്പോഴാണ്. എന്നാൽ അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന് ചുറ്റുമുള്ള റെസ്റ്റോറന്റുകളിൽ അർദ്ധരാത്രി പിസ്സ ഓർഡറുകൾ കുമിഞ്ഞുകൂടിയാൽ അതിന്റെ അർത്ഥം ലോകത്ത് എവിടെയോ ഒരു വലിയ യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നാണ്. കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ പെന്റഗൺ പിസ്സ ഇൻഡെക്സ് എന്നറിയപ്പെടുന്ന ഈ രഹസ്യ സൂചന ഇത്തവണയും തെറ്റിയില്ല. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ അമേരിക്കൻ സൈന്യം പിടികൂടിയെന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്താണ് വെനസ്വേലയിൽ സംഭവിച്ചത്? എന്താണ് ഈ പിസ്സ ഇൻഡെക്സ്? നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പെന്റഗണിനടുത്തുള്ള പിസ്സ ഔട്ട്ലെറ്റുകളിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടത്. ഗൂഗിൾ മാപ്സിലെ ബിസി ഗ്രാഫുകൾ റെക്കോർഡ് വേഗതയിലാണ് ഉയർന്നത്. സാധാരണയായി ആ സമയത്ത് ആരും ഇല്ലാത്ത കടകളിൽ 100 കണക്കിന് പിസ്സകളാണ് ഓർഡറുകളായി എത്തിയത്. അമേരിക്കൻ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ഉറക്കമില്ലാതെ രാത്രി മുഴുവൻ ജോലി ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഫാസ്റ്റ് ഫുഡ് ഓർഡറുകൾ വർദ്ധിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഈ തിരക്ക് ചർച്ചയായതിന് പിന്നാലെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ നിന്ന് സ്ഫോടനങ്ങളുടെ വാർത്തകൾ വരുന്നത്. പെന്റഗണിലെ ഈ പിസ്സ ഇൻഡെക്സ് കൃത്യമായി ഒരു സൈനിക നീക്കത്തെ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു എന്ന് ചുരുക്കം. പെന്റഗൺ പിസ്സ ഇൻഡെക്സ് എന്നത് കേവലം ഒരു ഇന്റർനെറ്റ് തിയറിയല്ല, ഇതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 1991 ഗൾഫ് യുദ്ധസമയത്താണ് ഇത് ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്. അന്ന് കുവൈറ്റിലേക്ക് ഇറാഖ് കടന്നു കയറിയ രാത്രിയിൽ പെന്റഗണിലെ പിസ്സ ഓർഡറുകളിൽ വൻ വർധനവുണ്ടായി. ഉദ്യോഗസ്ഥർ രാത്രി മുഴുവൻ പ്ലാനിങ്ങിനായി ഓഫീസിൽ ഇരിക്കേണ്ടി വന്നതുകൊണ്ടായിരുന്നു ഇത്. പിന്നീട് 2022 യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപും സമാനമായ രീതിയിൽ വാഷിംഗ്ടൺ DC-യിലെ പാപ്പ ജോൺസ് അതുപോലെ ഡൊമിനോസ് ഔട്ട്ലെറ്റുകളിൽ അസാധാരണ തിരക്ക് കണ്ടു. അമേരിക്കൻ ചാരസംഘടനകൾ പോലും രഹസ്യമായി വയ്ക്കുന്ന പല നീക്കങ്ങളും ഇത്തരത്തിൽ അബദ്ധവശാൽ പുറത്താകുന്നത് ഒരു വിരോധാഭാസമായി ഇന്നും തുടരുകയാണ്. അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നടത്തിയ ഈ രഹസ്യ നീക്കത്തിന് നൽകിയിരുന്ന പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. വെനസ്വേലയുടെ ആകാശത്ത് 150ഓളം US വിമാനങ്ങൾ ഒരേ സമയം ഇരമ്പിയെത്തുകയും പ്രധാന സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ US സ്പെഷ്യൽ ഫോഴ്സ് കാരക്കാസിലെ മഡൂറോയുടെ ഔദ്യോഗിക വസതി വളയുകയും അദ്ദേഹത്തെയും ഭാര്യയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മയക്കുമരുന്ന് കടത്ത്, നാർക്കോ ടെററിസം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് മദൂറോയുടെ മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. വെനസ്വേലയിലെ എണ്ണ സമ്പത്തും ഭരണകൂടത്തിന്റെ നിലപാടുകളും ദീർഘകാലമായി അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. ഞങ്ങൾ വെനസ്വേലയെ നേർവഴിക്ക് നയിക്കും എന്നാണ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. വെനസ്വേലയിൽ നിലവിൽ ഈ പിസ്സ ഇൻഡെക്സ് പോലെ ചില ലളിതമായ കാര്യങ്ങൾ വലിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. വെനസ്വേലയിൽ ഇന്ന് നടന്നത് ഒരു ഭരണമാറ്റം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കം കൂടിയാണ്.
ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് വഴി അമേരിക്ക തങ്ങളുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. മദൂറോയുടെ പതനം ലാറ്റിൻ അമേരിക്കയിൽ ഇനി എന്ത് മാറ്റമുണ്ടാക്കും? റഷ്യയും ചൈനയും വെറുതെ ഇരിക്കുമോ, അതോ ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? ഇതൊരു തുടക്കം മാത്രമാണ്. പെന്റഗണിലെ പിസ്സ ഷോപ്പുകൾ ശാന്തമാകുന്നത് വരെ നമുക്ക് ഉറപ്പിക്കാം തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇനിയും വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. വെറും ഒരു പിസ്സ ഓർഡറിൽ നിന്ന് തുടങ്ങിയ ചർച്ചകൾ ഇപ്പോൾ രാജ്യത്തിന്റെ ഭരണമാറ്റത്തിലാണ് എത്തി നിൽക്കുന്നത്. അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? വെനസ്വേലയിലെ ജനങ്ങളുടെ ഭാവി എന്താകും? ഈ പിസ്സ ഇൻഡെക്സ് ഇനി ഏത് രാജ്യത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്? കാത്തിരുന്ന് കാണാം. ബഹിരാകാശ ലോകത്ത് നിന്നും അത്യന്തം ഗൗരവകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ എമർജൻസിയെ തുടർന്ന് ദൗത്യം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങാൻ നാസ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചെറിയ ബഹിരാകാശ പേടകത്തിനുള്ളിൽ ആർക്കെങ്കിലും പെട്ടെന്ന് അസുഖമുണ്ടായാൽ അല്ലെങ്കിൽ സുഖമില്ലാതെ ആയാൽ എന്തു ചെയ്യുമെന്ന്? സാധാരണ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും പോലെ അവിടെ നടക്കില്ല. അത്തരത്തിൽ വളരെ ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ റീസൺ കാരണം ഒരു സംഘം ആസ്ട്രോനോട്ടുകളെ ഭൂമിയിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ് നാസ. എന്താണ് ഈ അസുഖമെന്നോ ആർക്കാണ് അസുഖമുള്ളത് എന്നോ നാസ വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ മെഡിക്കൽ ഇവാക്യുവേഷൻ ഇപ്പോൾ വലിയ ആഗോള വാർത്തയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ക്രൂ 11 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് 4 അംഗങ്ങൾ ISSലേക്ക് പുറപ്പെട്ടത്. അമേരിക്കൻ ആസ്ട്രോനോട്ടുകളായ മൈക്ക് ഫെൻകെ, സീന കാർഡ്മാൻ, ജപ്പാൻ സ്വദേശി കിമിയ യുയി, അതുപോലെ റഷ്യൻ കോസ്മോനോട്ട് ഒലെഗ് പ്ലാറ്റനോവ് ഇവരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. ഫെബ്രുവരി അവസാനം വരെ നീളേണ്ടിയിരുന്ന ഇവരുടെ 6 മാസത്തെ ദൗത്യമാണ് ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ജനുവരി 8 നടക്കേണ്ടിയിരുന്ന വർഷത്തെ ആദ്യത്തെ സ്പേസ് വാക്ക് പെട്ടെന്ന് മാറ്റിവെച്ചതോടെയാണ് ലോകം ഈ വിവരം അറിയുന്നത്. മൈക്ക് ഫിൻകെയും സീന കാർഡ്മാനും നിലയത്തിന് പുറത്തിറങ്ങി സോളാർ പാനലുകളുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതായിരുന്നു. എന്നാൽ യാത്രികരിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാസ ഈ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് നാസ ഇത്രയും ഗൗരവമായി ഈ പ്രശ്നത്തെ കാണുന്നത്? സാധാരണ നിലയിൽ ചെറിയ പല്ലുവേദനയോ തലവേദനയോ ഒക്കെ വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ISSലുണ്ട്. ഫ്ലൈറ്റ് സർജന്മാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ നൽകാനും സാധിക്കും. എന്നാൽ ഇത്തവണത്തെ പ്രശ്നം സീരിയസ് ആണെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജെറഡ് എക്സ്മാൻ പറയുന്നുണ്ട്. ബഹിരാകാശത്തെ മൈക്രോ ഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ കൃത്യമായ രോഗനിർണയം നടത്താൻ സാധിക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു റിസ്ക് എടുക്കാൻ നാസ തയ്യാറല്ല. ആസ്ട്രോനോട്ടുകളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന എന്ന നിലപാടിലാണ് ഏജൻസി ഇപ്പോൾ. നിലവിൽ അസുഖബാധിതനായ യാത്രികൻ സ്റ്റേബിൾ ആണെന്നും എന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്രയും വേഗം ഭൂമിയിൽ എത്തിക്കേണ്ടതുണ്ടെന്നും നാസ വ്യക്തമാക്കി. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എൻഡവർ പേടകത്തിലായിരിക്കും 4 അംഗ സംഘം ഉടൻ ഭൂമിയിലേക്ക് തിരിക്കുക. വരും ദിവസങ്ങളിൽ തന്നെ അൺഡോക്കിംഗ് പ്രക്രിയകൾ പൂർത്തിയാകും. അടുത്ത ദൗത്യമായ ക്രൂ 12 നിലയത്തിലേക്ക് എത്തുന്നതിന് മുൻപേ ഇവരെ തിരിച്ചെത്തിക്കാനാണ് പ്ലാൻ. നിലവിൽ ISSൽ മറ്റു 3 യാത്രികർ കൂടി താമസിക്കുന്നുണ്ട്. ക്രിസ് വില്യംസ് ഉണ്ട്, സെർജി മിഖായേവ് ഉണ്ട്, സെർജി കുഡ്സെർസ്കോവ്. ഇവർ അവിടെ തുടരും എന്നാണ് വിവരം. ഇത് ISSലെ ദൈനംദിന പരീക്ഷണങ്ങളെയും അറ്റകുറ്റപ്പണികളെയും അല്പം ബാധിച്ചേക്കാം എന്തായാലും. ഇനി ISSലെ മെഡിക്കൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നറിയാം. ബഹിരാകാശത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്നും ഇല്ല എങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ISSലെ ഹെൽത്ത് മെയിൻ്റനൻസ് സിസ്റ്റം HMS പ്രകാരം അവിടെ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. മെഡിക്കൽ കിറ്റ്, ചെറിയ മുറിവുകൾക്കും അസുഖങ്ങൾക്കും വേണ്ടിയുള്ള മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും ഇതിലുണ്ട്. അടുത്തത് ഡിഫിബ്രിലേറ്റർ, അതായത് കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം പോലുള്ള സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ വെന്റിലേറ്റർ ആൻഡ് ഓക്സിജൻ, അതായത് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നാൽ ഉപയോഗിക്കാനായിട്ടാണ് ഇവ ഉള്ളത്. യാത്രികർ എല്ലാവരും പ്രാഥമിക ചികിത്സയിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ്. എന്നാൽ സ്കാനിംഗ് മെഷീനുകളോ വലിയ ലാബ് ടെസ്റ്റുകളോ അവിടെ അസാധ്യമാണ്. അതുകൊണ്ടാണ് ഗുരുതരമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ദൗത്യം ഉപേക്ഷിച്ച് താഴെ വരേണ്ടി വരുന്നത്. ബഹിരാകാശ ഗവേഷണത്തിന്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ഇതൊരു വലിയ പാഠമാണ്. നമ്മൾ എത്ര വലിയ ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചാലും പ്രകൃതിയുടെയും മനുഷ്യന്റെ അവസ്ഥയുടെയും പരിമിതികൾ എവിടെയും വില്ലനാകാറുണ്ട്. അസുഖബാധിതനായ ആ ആസ്ട്രോനോട്ട് ആരായാലും അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ജനങ്ങൾക്ക് ബ്രെഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേക്ക് കഴിക്കാൻ പറഞ്ഞ ആ പഴയ രാജ്ഞി മേരി ആന്റോയിന്റെയാണ് ട്രംപ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയതും കൗതുകരമായ ഒരു ബിസിനസ് രാഷ്ട്രീയ വാർത്തയിലേക്കാണ് ഇനി. സാധാരണയായി മിസൈലുകളും ടാങ്കുകളും
വാർത്തകളിൽ നിറയാറുള്ള സിറിയ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് ഒരു ലക്ഷറി സ്കീ റിസോർട്ടിന്റെ വാർത്തയാണ്. US പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ മിഡിൽ ഈസ്റ്റ് മാസ്റ്റർ പ്ലാൻ എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയിലേക്കാണ് എല്ലാ കണ്ണുകളും. ലോക സമാധാനത്തിന് പുതിയൊരു ഫോർമുലയുമായി എത്തിയിരിക്കുകയാണ് ട്രംപ്. യുദ്ധം നിർത്താൻ സമാധാന ചർച്ചകൾ നടത്തുക, സൈന്യത്തെ പിൻവലിക്കുക, ഇതൊക്കെ പഴയ സ്റ്റൈലായി. ട്രംപിന്റെ പുതിയ ഐഡിയ കേട്ടാൽ യുദ്ധം ചെയ്യുന്നവർ പോലും തോക്ക് താഴെയിട്ട് ഒന്ന് അന്തം വിട്ടു നിൽക്കും. ലോകം ഇത്രനാളും കണ്ട മിഡിൽ ഈസ്റ്റ് സമാധാന ചർച്ചകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ, തികച്ചും ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറയാവുന്ന ഒരു ആശയവുമായി എത്തിയിരിക്കുകയാണ് ട്രംപ്. സിറിയയും ഇസ്രായേലും തമ്മിലുള്ള വർഷങ്ങളായുള്ള തർക്കം തീർക്കാൻ ട്രംപ് കണ്ടുപിടിച്ച മരുന്ന് മറ്റൊന്നുമല്ല, സിറിയൻ അതിർത്തിയിൽ ഒരു ലക്ഷറി സ്കീ റിസോർട്ട് പണിയുക. മിസൈലുകൾ പറക്കുന്ന ആകാശത്തിന് താഴെ മഞ്ഞിലൂടെ തെന്നി നീങ്ങാൻ ഒരു അടിപൊളി റിസോർട്ട്. എന്താല്ലേ? ഇസ്രായേലിനും സിറിയയ്ക്കും ഇടയിലുള്ള തർക്കഭൂമിയായ മൗണ്ട് ഹെർമനിൽ ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രം പണിതുകൊണ്ട് സമാധാനം കൊണ്ടുവരാമെന്നാണ് വൈറ്റ് ഹൌസ് കണക്കുകൂട്ടുന്നത്. ഇതിനെയാണ് മിഡിൽ ഈസ്റ്റ് ട്വിസ്റ്റ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. ബോംബ് വീണ കുഴിയായ റോഡുകളിലൂടെ നടക്കാൻ പാടുപെടുന്ന സിറിയക്കാർക്ക് ഇനി മഞ്ഞിലൂടെ വഴുതി നടക്കാമെന്ന് സാരം. ഇതിനെ മിഡിൽ ഈസ്റ്റ് ട്വിസ്റ്റ് പ്ലാൻ എന്ന് മാധ്യമങ്ങൾ വിളിക്കുന്നു. എന്താണ് ഈ സ്കീ റിസോർട്ട് പ്ലാൻ? നമുക്കൊന്ന് പരിശോധിക്കാം. കാര്യം വളരെ സിമ്പിളാണ്. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ ലോകം ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാപ്പാണ്. സിറിയയും ഇസ്രായേലും തല്ലുകൂടുന്ന മൗണ്ട് ഹെർമൻ കണ്ടപ്പോൾ ട്രംപ് ചിന്തിച്ചിട്ടുണ്ടാകാം, ഇവിടെ സൈനികർ എന്തിനാ വെറുതെ നിൽക്കുന്നത്, ഇവിടെ ഒരു 5 നില ഹോട്ടലും സ്കീയിങ് ട്രാക്കും വന്നാൽ നല്ല കാശ് കിട്ടില്ലേ എന്ന്. ഈ ഐഡിയ കേട്ട് ചിരിക്കാൻ വരട്ടെ, സംഗതി സീരിയസ് ആണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇസ്രായേലും സിറിയയും ഇപ്പോൾ പാരീസിലെ AC മുറിയിൽ ഇരുന്ന് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കയാണ് ഇതിന് കാവൽ നിൽക്കുന്നത്. ഒരു വശത്ത് അലപ്പോയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു, ജനങ്ങൾ പ്രാണനും കൊണ്ട് ഓടുന്നു. മറുവശത്ത് നമുക്കവിടെ ഒരു റിസോർട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചാലോ എന്ന് പാരീസിൽ ചർച്ച നടക്കുന്നു. ഇതാണ് ലോകം. ഇസ്രായേലിനും സിറിയയ്ക്കും ഇടയിലുള്ള തന്ത്രപ്രധാനമായ ഒരു മലനിരയാണ് മൗണ്ട് ഹെർമൻ. ഇത് വെറും ഒരു മലയല്ല, അത് ഇസ്രായേലിന്റെ കണ്ണാണ് എന്ന് വേണം പറയാൻ. അവിടെ ഇരുന്നാണ് അവർ സിറിയയെ നിരീക്ഷിക്കുന്നത്. സിറിയയാണെങ്കിൽ ആ സ്ഥലം വിട്ടുകിട്ടാൻ വർഷങ്ങളായി അമേരിക്കയോട് തല്ലുപിടിക്കുന്നുമുണ്ട്. അവിടേക്കാണ് ട്രംപ് ഒരു ലക്ഷറി പാക്കേജുമായി വരുന്നത്. ഒരു കയ്യിൽ തോക്കും മറുകൈയിൽ സ്കീയിങ് സ്റ്റിക്കും പിടിച്ചു നിൽക്കുന്ന സൈനികരെ ഇനി നമുക്ക് അവിടെ കാണാം. ഇനിയിപ്പോൾ വിനോദസഞ്ചാരികൾ അവിടെ വരുമ്പോൾ ഒരു സൈഡ് വഴി മിസൈൽ പോയാലും അതൊരു എന്റർടൈൻമെന്റ് അല്ലേ എന്ന് ട്രംപ് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. പതിറ്റാണ്ടുകളായി ഈ പ്രദേശം സൈനിക നിരീക്ഷണത്തിനും ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ട്രംപ് തന്റെ ബിസിനസ് വിഷൻ നടപ്പിലാക്കാൻ പോകുന്നത്. പദ്ധതി പ്രകാരം മൗണ്ട് ഹെർമനിലെ മഞ്ഞുമൂടിയ മലനിരകളിൽ അത്യാധുനികമായ ഒരു സ്കീ റിസോർട്ട് ഉയരും. ഇത് വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, 2 രാജ്യങ്ങൾക്കും തുല്യ അവകാശമുള്ള ഒരു ജോയിന്റ് ഇക്കണോമിക് സോൺ ആയിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വരുമാനം ഇരു രാജ്യങ്ങൾക്കും ലഭിക്കും. അതുവഴി സാമ്പത്തിക ലാഭം മുൻനിർത്തി യുദ്ധം ഒഴിവാക്കാം എന്നാണ് ട്രംപിന്റെ യുക്തി. ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സിറിയൻ പ്രതിനിധികൾ ഇപ്പോൾ പാരീസിൽ രഹസ്യ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും മേൽനോട്ടത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. സ്കീ റിസോർട്ടിന് പുറമെ വലിയ എനർജി പ്രൊജക്ട്സ്, വ്യവസായ ശാലകൾ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ എന്നിവയും ഈ മേഖലയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം വിനിമയം നടത്താൻ ഒരു സൂപ്പർവൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം കൊണ്ടുവരാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതായത് സൈനികർ മുഖാമുഖം നിൽക്കുന്നതിനേക്കാൾ നല്ലത് വ്യാപാരികൾ മുഖാമുഖം നിൽക്കുന്നതാണ് എന്ന ശൈലിയാണ് അമേരിക്ക ഇവിടെ പയറ്റുന്നത്. എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ലക്ഷറി റിസോർട്ടിന്റെ കാര്യം സംസാരിക്കുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി അല്പം കഠിനമാണ്. സിറിയയിലെ അലപ്പോയിൽ ഇപ്പോഴും ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് സാധാരണക്കാർ വീടൊഴിഞ്ഞ് പലായനം ചെയ്യുകയാണ്. ഇതിനിടയിൽ ഇത്തരം ഒരു ലക്ഷറി പ്രോജക്റ്റ് എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കൂടാതെ ഗോലൻ കുന്നുകളിലെ ഇസ്രായേലി സൈനിക സാന്നിധ്യത്തെ ചൊല്ലി സിറിയയ്ക്ക് വലിയ എതിർപ്പുകളുമുണ്ട്. സൈന്യം പിന്മാറാതെ ഒരു സംയുക്ത പദ്ധതിക്കും തയ്യാറല്ല എന്നാണ് അവരുടെ നിലപാട്. എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുമല്ല. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതുപോലെ റിയൽ എസ്റ്റേറ്റ് ഡീലുകളിലൂടെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ട്രംപ്. ഉത്തര കൊറിയയുടെ കടൽ തീരങ്ങൾ കണ്ടപ്പോൾ അവിടെ ഹോട്ടലുകൾ പണിയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ ഗാസ പ്ലാനും. ഇപ്പോൾ സിറിയയിലെ മഞ്ഞു പെയ്യുന്ന മലനിരകളെ ഒരു സ്വർഗമാക്കി മാറ്റാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. ഇത് വിജയിച്ചാൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി ഇത് മാറും. യുദ്ധവും രക്തച്ചൊരിച്ചിലും മാത്രം കേട്ട് ശീലിച്ച കണ്ട് ശീലിച്ച ഒരു പ്രദേശത്ത് ട്രംപിന്റെ ഈ ഒരു ബിസിനസ് ബുദ്ധി മിഡിൽ ഈസ്റ്റിൽ വർക്ക്ഔട്ട് ആകുമോ? വിനോദസഞ്ചാരവും സാമ്പത്തിക ലാഭവും സമാധാനം കൊണ്ടുവരുമോ? അതോ ഇതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു.
അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? Today, the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ ലോകം ചുറ്റാൻ പറ്റും. മേ ബി പോസിബിൾ ഇൻ ഫ്യൂച്ചർ. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. ബട്ട് ഐ ക്യാൻ ഓഫർ സംതിങ് ഗുഡ്. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു. എന്തുവാടേ, അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് വൻ വിപ്ലവം എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഒരു സുപ്രധാന വാർത്ത. 2009 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ട്രേഡ് ഡെഫിസിറ്റ് അഥവാ വ്യാപാര കമ്മി അമേരിക്ക രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ താരിഫ് നയങ്ങൾ വർക്കൌട്ട് ആയി എന്ന അവകാശവാദവുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഈ കണക്കുകൾക്ക് പിന്നിലെ സത്യം? സാധാരണക്കാർക്ക് ഇത് എങ്ങനെ ഗുണകരമാവും? പരിശോധിക്കാം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള വളരെ പോസിറ്റീവായ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണിത്. അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി മുന്നോട്ട് പോകുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തൊപ്പിയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. 2026 ജനുവരിയിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് അഥവാ വ്യാപാര കമ്മി 2009 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. തന്റെ താരിഫ് യുദ്ധം വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഇത് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതേക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അൺപ്രസിഡന്റഡ് സക്സസ് അഥവാ സമാനതകളില്ലാത്ത വിജയം എന്നാണ്. നമുക്ക് ഈ സാമ്പത്തിക മാറ്റത്തെക്കുറിച്ചൊന്ന് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒക്ടോബറിലെ വ്യാപാര കണക്കുകൾ പ്രകാരം US ട്രേഡ് ഡെഫിസിറ്റ് $29.4 ബില്യൺ കുറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഇത് ഏകദേശം $48.1 ബില്യൺ ആയിരുന്നു. അതായത് ഒറ്റയടിക്ക് 39% കുറവാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര കാര്യമല്ല എന്ന് ചുരുക്കം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്തതാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. പ്രത്യേകിച്ച് ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ കനത്ത താരിഫുകൾ ഇറക്കുമതി കുറയ്ക്കാൻ വ്യാപാരികളെ പ്രേരിപ്പിച്ചു. ഫാർമസ്യൂട്ടിക്കൽസ്, കൺസ്യൂമർ ഗുഡ്സ് എന്നിവയുടെ ഇറക്കുമതിയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ നയങ്ങൾ വിജയിച്ചതിൽ വലിയ ആവേശത്തിലാണ് ട്രംപ്. ഏതായാലും നമ്മൾ വീണ്ടും ഉൽപാദനത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കൻ കമ്പനികൾ വിദേശത്ത് പോയി സാധനങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം സ്വന്തം നാട്ടിൽ നിർമ്മാണം തുടങ്ങാൻ ഈ താരിഫുകൾ നിർബന്ധമാക്കി എന്നതാണ് വൈറ്റ് ഹൌസ് വിലയിരുത്തുന്നത്. കയറ്റുമതിയുടെ കാര്യത്തിൽ സ്വർണത്തിന്റെ വിൽപ്പനയിലുണ്ടായ വർധനവ് അമേരിക്കയ്ക്ക് വലിയ ഗുണം ചെയ്തു. ഒക്ടോബറിൽ മാത്രം അമേരിക്കയുടെ കയറ്റുമതി $302 ബില്യൺ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നിരുന്നു. ഇത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം വർദ്ധിക്കാനും വിപണിയിൽ ആത്മവിശ്വാസം നിറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കണക്കുകളെ അന്ധമായി വിശ്വസിക്കാൻ പാടില്ല എന്ന് ചില സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം അമേരിക്കയിലുണ്ടായ 43 ദിവസത്തെ ഗവൺമെന്റ് ഷട്ട് ഡൌൺ കാരണം റിപ്പോർട്ടുകൾ വൈകിയത് ഡാറ്റയിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ വിജയത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ഇറക്കുമതി തീരുവ കൂട്ടുമ്പോൾ അമേരിക്കയിലെ സാധാരണക്കാർക്ക് സാധനങ്ങളുടെ വില കൂടുകയാണ്. ഉദാഹരണത്തിന് ചെമ്പ്, കോപ്പർ, അതുപോലെ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ വിലക്കയറ്റം അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകുതിയിലധികം അമേരിക്കക്കാരും ട്രംപിന്റെ ഈ നയത്തെ ഭയത്തോടെയാണ് കാണുന്നത്.
വ്യാപാര കമ്മി കുറഞ്ഞാൽ മാത്രം പോരാ, ഞങ്ങളുടെ പോക്കറ്റ് ചോരാതെ നോക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇതിനിടയിലാണ് സിറിയയിൽ സ്കീ റിസോർട്ടും ഗാസയിൽ ആഡംബര ഹോട്ടലും പണിയുന്നതിനെ കുറിച്ച് ട്രംപ് സംസാരിക്കുന്നത്. ഒരു വശത്ത് സാമ്പത്തിക യുദ്ധം നടക്കുമ്പോൾ മറുവശത്ത് വലിയ ബിസിനസ് മോഹങ്ങളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ പല കമ്പനികളും താരിഫ് ഭയന്ന് നേരത്തെ തന്നെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഒക്ടോബറിൽ ഇറക്കുമതി കുറഞ്ഞത് എന്നും ഒരു വാദമുണ്ട്. എങ്കിലും ചുരുങ്ങിയ കാലയളവിൽ വ്യാപാര കമ്മി കുറയ്ക്കാൻ കഴിഞ്ഞത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ മേൽക്കോയ്മ നൽകുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന മാസങ്ങളിൽ അമേരിക്കൻ GDP വളർച്ചയ്ക്ക് വലിയ കരുത്താകും എന്നാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ ട്രംപ് ഒരു കൈയിൽ താരിഫ് എന്ന വടിയും മറുകൈയിൽ ബിസിനസ് ഡീലുകളുമായി ലോകത്തെ മുഴുവൻ ഓടിക്കുകയാണ്. വ്യാപാര കമ്മി കുറഞ്ഞത് ട്രംപിന് രാഷ്ട്രീയമായി വലിയൊരു ആയുധമാണ്. എന്നാൽ ഇത് അമേരിക്കൻ ജനതയ്ക്കും ലോക വിപണിക്കും ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാകുമോ എന്നും അതുപോലെ ഇറക്കുമതി കുറയുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. ലോകം വെടിമരുന്നിന്റെയും റോക്കറ്റുകളുടെയും പിന്നാലെ പായുമ്പോൾ ഇന്ത്യയുടെ DRDO സൈലന്റ് ആയിട്ട് ഒരു ഗെയിം ചേഞ്ചർ ഒരുക്കുകയാണ്. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗൺ EMRG. സിമ്പിളായി പറഞ്ഞാൽ വെടിമരുന്നില്ലാത്ത ഒരു പീരങ്കി. സംഗതി കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ഹൈടെക് ആയിട്ട് തോന്നുന്നില്ലേ? വെടിമരുന്നിന്റെയും രാസവസ്തുക്കളുടെയും സഹായത്തോടെ ശത്രുവിനെ നേരിടുന്ന പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ കീഴിലുള്ള ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ARDE വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗൺ അഥവാ EMRG ശ്രദ്ധേയമാകുന്നത്. അർദ്ധരാത്രിയിൽ ചൈനയും പാകിസ്ഥാനും ഭീഷണി ഉയർത്തുമ്പോൾ അവരെ നിശബ്ദരാക്കാൻ ഈ ഒരു ബ്രഹ്മാസ്ത്രം മാത്രം മതിയാകും. വെറുമൊരു ആയുധത്തിനും അപ്പുറം ഭാവിയുടെ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നായി ഈ റെയിൽ ഗൺ മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ റെയിൽ ഗൺ എന്നൊന്ന് നോക്കാം. സാധാരണ തോക്കുകളിലോ പീരങ്കികളിലോ ഒരു ഉണ്ട പുറത്തേക്ക് വിടാൻ വെടിമരുന്ന് കത്തുമ്പോഴുണ്ടാകുന്ന മർദ്ദമാണ് ഉപയോഗിക്കുന്നത്, ആ പ്രഷറാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഒരു റെയിൽ ഗണ്ണിൽ വെടിമരുന്നിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകത. പകരം മാഗ്നറ്റിക് ഫോഴ്സ്, അതായത് കാന്തിക ശക്തിയാണ് ഇവിടെ താരം. 2 മെറ്റൽ റെയിലുകളിലൂടെ ലക്ഷക്കണക്കിന് ആംപിയർ വൈദ്യുതി കടത്തിവിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു. ലോറൻസ് ഫോഴ്സ് എന്ന ശാസ്ത്ര തത്വം ഉപയോഗിച്ച് ഈ കാന്തിക മണ്ഡലം ഉണ്ടകളെ അതിശക്തമായി പുറത്തേക്ക് തെറിപ്പിക്കുന്നു. ഏകദേശം 11,000 വോൾട്ട് വൈദ്യുതിയും 2.5 മെഗാ ആംപിയർ കറണ്ടും ഉപയോഗിച്ചാണ് ഇന്ത്യ ഈ പരീക്ഷണം നടത്തുന്നത്. വേഗതയുടെ കാര്യത്തിൽ ഈ റെയിൽ ഗൺ ഒരു സംഭവമാണ്. സെക്കൻഡിൽ ഏകദേശം 2000 മീറ്റർ വേഗതയിൽ, അതായത് ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാകും. ഇത്രയും വലിയ വേഗതയുള്ളതിനാൽ തന്നെ ഈ ഉണ്ടയ്ക്കുള്ളിൽ ബോംബ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ ഇരുമ്പ് കഷ്ണം തന്നെ ഈ വേഗതയിൽ പോയി ഇടിച്ചാൽ ഉണ്ടാകുന്ന ആഘാതം ഒരു വലിയ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായിരിക്കും. ശത്രുവിന്റെ യുദ്ധക്കപ്പലുകളെയും ടാങ്കറുകളെയും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ഇതിന് സാധിക്കും. ഈ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക ലാഭവും സുരക്ഷയും ചെറുതല്ല. സാധാരണ ഒരു മിസൈൽ തൊടുക്കാൻ കോടിക്കണക്കിന് രൂപ വേണം. എന്നാൽ റെയിൽ ഗണ്ണിന്റെ പ്രൊജക്ടൈലുകൾ വെറും ലോഹ കഷ്ണങ്ങൾ ആയതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. കൂടാതെ കപ്പലുകളിൽ അപകടകാരികളായ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാം. വെടിമരുന്നോ മറ്റ് രാസവസ്തുക്കളോ കപ്പലുകളിലോ വാഹനങ്ങളിലോ സൂക്ഷിക്കേണ്ടി വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ യുദ്ധസമയത്തെ അപകട സാധ്യത കുറയ്ക്കുന്നു. രാസവസ്തുക്കൾ സൂക്ഷിക്കുന്ന പീരങ്കികൾക്ക് ശത്രുവിന്റെ ആക്രമണമേറ്റാൽ അവ സ്വയം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. റെയിൽ ഗണ്ണിൽ അത്തരമൊരു ഭീഷണിയില്ല. കൂടുതൽ ഉണ്ടകൾ കപ്പലിൽ കൊണ്ടുപോകാനും ദീർഘനേരം ആക്രമണം തുടരാനും ഇത് സൈന്യത്തെ സഹായിക്കും. ഇന്ത്യയുടെ അതിർത്തികളിൽ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണി നേരിടാൻ റെയിൽ ഗൺ ഒരു മികച്ച കാവലാൾ തന്നെയാണ്. ഹിമാലയൻ അതിർത്തിയിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളും പടിഞ്ഞാറൻ അതിർത്തിയിലെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങളും നേരിടാൻ ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിന്റെ ബങ്കറുകളും കമാൻഡ് സെന്ററുകളെയും തകർക്കാൻ ഇതിന് സാധിക്കും. ആകാശത്തിലൂടെ വരുന്ന ഡ്രോണുകളെയും അതിവേഗ മിസൈലുകളെയും തകർക്കാൻ റെയിൽ ഗൺ ഉപയോഗിക്കാം. ചൈന ഇതിനകം തന്നെ കപ്പലുകളിൽ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞു. ജപ്പാനും തുർക്കിയും ഈ പാതയിൽ തന്നെയാണ്. അമേരിക്ക ഈ രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ തുർക്കിയും ഫ്രാൻസും ഈ രംഗത്ത് മുന്നേറുന്നുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി ഈ വിദ്യ വികസിപ്പിച്ചത് രാജ്യത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ്. ഇന്ത്യ ഇതിനകം തന്നെ റെയിൽ ഗണ്ണിന് ആവശ്യമായ പ്രധാന ഘടകങ്ങളും സാങ്കേതിക വിദ്യയും തദ്ദേശീയമായി വികസിപ്പിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമായ ഒരു റെയിൽ ഗൺ ആയുധം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും റെയിൽ ഗൺ നിർമ്മാണത്തിൽ വലിയ വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. അതിശക്തമായ വൈദ്യുതി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ റെയിലുകൾക്ക് വലിയ രീതിയിലുള്ള തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്.
കൂടാതെ തുടർച്ചയായ വെടിവയ്പ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ചൂട് ക്രമീകരിക്കുക എന്നതും ശാസ്ത്രജ്ഞർ നേരിടുന്ന വെല്ലുവിളിയാണ്. എന്നാൽ ഇന്ത്യയുടെ ഗവേഷണങ്ങൾ ഈ തടസ്സങ്ങളെ മറികടക്കാനുള്ള അത്യാധുനിക മെറ്റീരിയലുകൾ കണ്ടെത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വരും കാല യുദ്ധങ്ങളിൽ മിസൈലുകളെക്കാൾ പ്രാധാന്യം ഇത്തരം ഊർജ്ജ അധിഷ്ഠിത ആയുധങ്ങൾക്കായിരിക്കും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗൺ വെറും ഒരു ആയുധമല്ല, ഭാവിയുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റി വരയ്ക്കാനുള്ള ഇന്ത്യയുടെ കരുത്താണ്. ചൈനയ്ക്കും പാകിസ്ഥാനും കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം ലോകത്തെ വൻ ശക്തികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇന്ത്യയെ ഇത് പ്രാപ്തമാക്കുന്നു. ശാസ്ത്രവും സൈനിക വീര്യവും ഒത്തുചേരുന്ന ഈ പദ്ധതി ഭാവിയുടെ സുരക്ഷിതമായ ഇന്ത്യയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. UAE ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസ് ഉടൻ. UAEയുടെ സ്വപ്ന പദ്ധതിയായ ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് ഈ വർഷം തന്നെ ട്രാക്കിലിറങ്ങും. ഒരു ട്രെയിനിൽ 400 സീറ്റുകൾ വരെ ഉണ്ടാകും. UAEയിലെ 11 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ സർവീസ് പ്രവാസികളുടെ യാത്രാ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായിൽ ഡ്രൈവറില്ലാ വാഹനങ്ങൾക്കായി കൺട്രോൾ സെന്റർ. ദുബായിൽ ഡ്രൈവറില്ലാ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള അത്യാധുനിക ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഗതാഗത രംഗത്തെ ഡിജിറ്റൽ വൽക്കരണത്തിൽ UAE കൈവരിക്കുന്ന വലിയ നേട്ടമായി ഇത് വിലയിരുത്തപ്പെടുന്നു. GCC രാജ്യങ്ങളിൽ അതിശൈത്യം തുടരുന്നു. സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. സൗദിയിലെ തബൂക്ക് പോലുള്ള വടക്കൻ മേഖലകളിൽ താപനില 0 ഡിഗ്രിക്ക് താഴെയെത്തി. UAEയിലും ഒമാനിലും വരും ദിവസങ്ങളിൽ നേരിയ മഴയ്ക്കും തണുപ്പ് വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സൗദിയിൽ വിദേശ നിക്ഷേപകർക്ക് പുതിയ അവസരം. സൗദി അറേബ്യയുടെ മൂലധന വിപണിയിൽ എല്ലാ വിഭാഗം വിദേശ നിക്ഷേപകർക്കും ഫെബ്രുവരി മുതൽ കൂടുതൽ അവസരങ്ങൾ നൽകാൻ തീരുമാനമായി. രാജ്യത്തെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. ഗൾഫ് എയർ യൂറോപ്പിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കുന്നു. ബെയറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ 2026 വേനൽക്കാല സീസണിൽ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലേക്കും ഫ്രാൻസിലെ നീസിലേക്കും വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പ്രവാസ ലോകത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്ന ഓരോ വിജയഗാഥയും നമുക്ക് ആവേശമാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന ഈ പ്രവാസി മനക്കരുത്ത് എല്ലാവർക്കും പ്രചോദനമാണ്. ലോകമെന്ന് കാണുന്ന ഈ മാറ്റങ്ങൾ കേവലം വാർത്തകളല്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ സൂചനകളാണ് എന്ന് വേണം പറയാൻ. ബഹിരാകാശത്തെ വെല്ലുവിളികൾ മനുഷ്യന്റെ അതിജീവനത്തിന്റെ കരുത്ത് ഓർമ്മിപ്പിക്കുമ്പോൾ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പുതിയ കരുത്ത് നൽകുകയാണ്. അമേരിക്കയുടെ സാമ്പത്തിക നേട്ടങ്ങളും മിഡിൽ ഈസ്റ്റിലെ വിചിത്രമെങ്കിലും വ്യത്യസ്തമായ സമാധാന നീക്കങ്ങളും ലോകത്തിനൊരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. സംഘർഷങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയിലും ശാസ്ത്രവും നയതന്ത്രവും കൈകോർക്കുമ്പോൾ കൂടുതൽ സുരക്ഷിതമായൊരു നാളെ നമുക്ക് മുന്നിലുണ്ട് എന്ന് ഈ വാർത്തകൾ നമ്മോട് പറയുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നാളത്തെ ലോകം കൂടുതൽ സ്പീഡുള്ളതും അതുപോലെ കൂടുതൽ സാങ്കേതികമായി മുന്നേറിയതുമായിരിക്കും. ആ മാറ്റത്തിൽ ഒരു ചുവട് മുന്നേ നിൽക്കാൻ നമുക്കും സാധിക്കട്ടെ. ഗുഡ് നൈറ്റ്.